നമസ്കാരം. ഭാരതം മുഴുവനും വീരഹനുമാൻ, മാരുതി, ബജ്രംഗബലി, മഹാവീർ, പവൻകുമാർ എന്നിങ്ങനെ പല നാമങ്ങളിൽ ഭക്തർ ആരാധിക്കുന്ന 7 ചിരഞ്ജീവികളിൽ ഒരാളായ ആഞ്ജനേയ സ്വാമിയെ പറ്റിയും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമെന്ന് അവകാശപ്പെടുന്ന അഞ്ജനാദ്രിയെ പറ്റിയും മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ ആഞ്ജനേയ സ്വാമി തിരുക്കോവിൽ അഞ്ജനാദ്രി. ഈ ക്ഷേത്രം കർണാടകയിൽ കോപ്പൽ ജില്ലയിൽ ഗംഗാവതി താലൂക്കിൽ തുംഗഭദ്ര നദിക്ക് കുറുകെ അനേഗുണ്ടിക്കടുത്തുള്ള അഞ്ജനാദ്രി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂ ആഞ്ജനേയ സ്വാമിയാണ്. ശ്രീ ഹനുമാൻ പിറന്ന സ്ഥലമാണ് പുകഴ്പെറ്റ അഞ്ജനാദ്രി മലയെന്നാണ് ഐതിഹ്യം. ആഞ്ജനേയരുടെ മാതാവ് അഞ്ജനാദേവിയുടെ പേരിലാണ് ഈ മല അറിയപ്പെടുന്നത്. അഞ്ജനാദ്രി ബെട്ട എന്ന അഞ്ജനാദ്രി മലയ്ക്ക് അഞ്ജനി മല എന്നും നാമമുണ്ട്. ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ അനുഗ്രഹം തേടി പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളാണ് അഞ്ജനാദ്രിയിലെത്തുന്നത്. വിജയനഗര സാമ്രാജ്യ തലസ്ഥാനമായിരുന്ന ഹംപി ഇവിടെ അടുത്താണ്. ഇവിടെയുള്ള 7 പർവ്വതങ്ങളിൽ ഒന്നാണ് അഞ്ജനാദ്രി. മറ്റു പർവ്വതങ്ങളാണ് കിഷ്കിന്ദ, മാതംഗ, മാല്യവന്ത, ഋഷ്യമുഖ, ഹേമകുത, രത്നകുത. അനേഗുണ്ടി എന്നത് 3000 മില്യൺ വർഷം പഴക്കമുള്ള പീഠഭൂമിയാണ്. രാമായണ ഇതിഹാസത്തിൽ ബാലിയും സുഗ്രീവനും ഭരിച്ചിരുന്ന കിഷ്കിന്ദ ഇവിടെയാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അഞ്ജനാദ്രി എന്നത് 4264 അടി ഉയരമുള്ള വലിയ പാറക്കൂട്ടങ്ങളുള്ള ഒരു മലയാണ്. ഈ മലയുടെ ഉച്ചിയിലുള്ള ഒരു പാറയിലാണ് ആഞ്ജനേയ സ്വാമി തിരുക്കോവിൽ. ഏകദേശം 3/4 മണിക്കൂർ ദൂരമുള്ള മലക്കോവിലേക്ക് എത്തുവാൻ മലയടിവാരത്തിൽ നിന്നും 575 പടികളുണ്ട്. ലങ്കാധിപതി രാവണൻ കവർന്നുകൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ചെത്തിയ ശ്രീരാമൻ ശ്രീ ഹനുമാനെ ആദ്യമായി സന്ധിച്ച സ്ഥലമാണ് ഇപ്പോഴത്തെ ഹംപി എന്നാണ് പറയുന്നത്. ഈ കലിയുഗത്തിൽ ആഞ്ജനേയരുടെ വാസസ്ഥലം ഗന്ധമാദന പർവ്വതമാണെന്നും ഇപ്പോൾ അദ്ദേഹം ഹിമാലയൻ പ്രവിശ്യകളിൽ തപസ്സനുഷ്ഠിക്കുകയാണെന്നും പുരാണങ്ങളിൽ പരാമർശമുണ്ട്. മഹാരാഷ്ട്രയിൽ നാസിക്കിലുള്ള അഞ്ജനേരി, ഗുജറാത്തിൽ നവസാരിയിലുള്ള അഞ്ജാൻമല, ജാർഖണ്ഡിലുള്ള അഞ്ജൻ ഗ്രാമം, കർണാടകത്തിലുള്ള ഗോകർണം, ആന്ധ്രാപ്രദേശിലുള്ള ശേഷാദ്രി മല എന്നിവിടങ്ങളും ആഞ്ജനേയരുടെ ജന്മസ്ഥലമായി അറിയപ്പെടുന്നു. ആഞ്ജനേയരുടെ മാതാവ് സൽപുത്ര ഭാഗ്യത്തിനായി തിരുവണ്ണാമല ഗിരിവലം ചെയ്തതായും ശേഷാദ്രിമലയിൽ തപസ്സനുഷ്ഠിച്ചതായും സ്കന്ദപുരാണത്തിലും വരാഹപുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും കുറിപ്പുകളുള്ളതായി പറയപ്പെടുന്നു. പക്ഷേ ആഞ്ജനേയരുടെ പിതാവ് കേസരി എന്ന വാനര ശ്രേഷ്ഠൻ മാല്യവന്ത പർവ്വതത്തിൽ ജീവിച്ചിരുന്നതായും അദ്ദേഹത്തിന്റെ രാജ്യം സുമേരു പർവ്വതത്തിലാണെന്നും പുരാണങ്ങളിൽ കുറിപ്പുണ്ട്. അഞ്ജനാദ്രി മലയടിവാരത്തിൽ അഞ്ജനാഹള്ളി, ഹനുമനഹള്ളി എന്നിങ്ങനെയുള്ള ഗ്രാമങ്ങളുമുണ്ട്. അഞ്ജനാദ്രി മലയ്ക്കടുത്തുള്ള അനേഗുണ്ടി ഗ്രാമത്തിനരികിലെ മലകളിലെ ഗുഹാചിത്രങ്ങളിൽ ആഞ്ജനേയ സ്വാമിയെ വാലില്ലാതെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാല്യവന്തഗിരി, ഋഷ്യമുഖാചലം, കിഷ്കിന്ദാദ്രി, ഗന്ധർവഗിരി എന്നിങ്ങനെ രാമായണത്തിലുള്ള പല പേരുകൾ ഇന്നും അതേപോലെ ഇവിടെയുണ്ട്. ശ്രീരാമൻ സുഗ്രീവന് വേണ്ടി ബാലിയുമായി പോരിടാൻ ശക്തിയുള്ള ആയുധങ്ങൾ തയ്യാറാക്കിയ കാർത്തികേയ വനം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഹംപിയിൽ നിന്നും 40 കിലോമീറ്റർ ദൂരത്താണ്. അനേഗുണ്ടി കോട്ട, കിഷ്കിന്ദ പഴയ പാലം, ആഞ്ജനേയ പർവ്വതം, നവബൃന്ദാവനം എന്നിങ്ങനെ ഹംപി അടക്കം പല സ്ഥലങ്ങൾ ഭക്തർക്കിവിടെ ദർശിക്കാം. ആഞ്ജനേയ സ്വാമിയുടെ അവതാരത്തെപ്പറ്റി പല കഥകൾ നിലവിലുണ്ട്. യുഗങ്ങൾക്ക് മുമ്പ് സത്യലോകത്ത് ബ്രഹ്മാവിന്റെ സഭയിൽ അഞ്ജന എന്നൊരു ബാലിക കളിച്ചുകൊണ്ടിരിക്കെ ഒരു കുരങ്ങ് തപസ് ചെയ്യുന്നത് കണ്ട് തമാശയ്ക്ക് കുറച്ച് പഴങ്ങൾ എടുത്ത് കുരങ്ങിനടുത്തേക്ക് എറിഞ്ഞു. തപസ്സിൽ നിന്നുണർന്ന കുരങ്ങ് ഒരു മുനിയായി മാറി. ഭാവിയിൽ നിനക്ക് ആരോടെങ്കിലും പ്രണയം തോന്നുന്ന പക്ഷം നീയും ഒരു കുരങ്ങായി മാറും എന്ന് മുനി അഞ്ജനയെ ശപിച്ചു. കുരങ്ങായി മാറിയാലും തന്റെ പതിക്ക് തന്നോട് പ്രിയം കുറയരുതെന്നും ശിവാംശമുള്ള പുത്രൻ തനിക്ക് ജനിക്കണമെന്നും അഞ്ജന മുനിയോട് അപേക്ഷിച്ചു. മുനിയും അഞ്ജനയുടെ പ്രായത്തെ കരുതി അത് സമ്മതിച്ച് ശാപമോക്ഷം കൊടുത്തു. വിവാഹപ്രായം എത്തിയപ്പോൾ അഞ്ജനയ്ക്ക് വാനരന്മാരുടെ രാജാവായ കേസരിയോട് പ്രണയം തോന്നുകയും അടുത്ത നിമിഷം അവൾ വാനര സ്ത്രീയായി മാറി അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു. വളരെ കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവർ ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം തപസ്സിരുന്ന് ലഭിച്ച പുത്രനാണ് ആഞ്ജനേയർ എന്നാണ് പുരാണങ്ങൾ. ആഞ്ജനേയരുടെ ചെറുപ്രായത്തിലെ അഞ്ജനാദേവി മോക്ഷമടഞ്ഞു എന്നും പറയപ്പെടുന്നു. തീവ്ര ശിവഭക്തരായ വാനരശ്രേഷ്ഠൻ കേസരിക്കും അഞ്ജനാദേവിക്കും ശ്രീ പാർവതി പരമശിവന്മാർ നൽകിയ ദിവ്യമായ മാമ്പഴം കഴിച്ചാണ് ആഞ്ജനേയർ പിറന്നത് എന്നും ചില പുരാണങ്ങളിൽ പരാമർശമുണ്ട്. വേറൊരു പുരാണ പ്രകാരം കൃതയുഗത്തിനൊടുവിൽ ഒരു നാൾ കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ പാർവതി അടുത്തു ചെന്ന് പ്രഭോ, അങ്ങയുടെ നാമത്തെക്കാൾ ഉയർന്നതാണോ ഈ നാമം എന്ന് ചോദിച്ചു. അതിനു മറുപടിയായി ഇനി വരും കാലത്തിൽ ലോകം ധർമ്മത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ നീതിമാനായ ഒരു മനുഷ്യന്റെ ചരിത്രം ആവശ്യമാണ് എന്നതിനാൽ ദേവിയുടെ സഹോദരൻ ശ്രീമൻ മഹാവിഷ്ണു ശ്രീരാമൻ എന്ന പേരിൽ ഭൂമിയിൽ അയോധ്യയിൽ ദശരഥ ചക്രവർത്തിയുടെ പുത്രനായി പിറവിയെടുക്കും. ഈ അവതാരത്തിൽ നാം നമ്മുടെ 11ാമത് രുദ്രരൂപത്തെ ഭൂമിയിൽ ശ്രീരാമന് സഹായത്തിനായി അവതരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഉമ ഈശ്വരനോടൊപ്പം തനിക്കും ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്നറിയിച്ചു. മുമ്പൊരു കാലത്തിൽ ലങ്കാധിപതി രാവണൻ നന്ദിദേവനെ കുരങ്ങുമുഖം എന്ന് പരിഹസിച്ചതിനാൽ ഒരു കുരങ്ങിനാൽ നിന്റെ രാജ്യം നശിക്കുമെന്ന് നന്ദി ശാപം കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ശ്രീരാമന് ദാസനായി താൻ വാനര രൂപത്തിലാണ് അവതാരമെടുക്കാൻ പോകുന്നതെന്ന് ശ്രീപരമേശ്വരൻ പറഞ്ഞു.
അപ്പോൾ വാനരന്റെ വാലായി തനിക്ക് കുടികൊള്ളണം എന്ന് പാർവതിയുടെ ആവശ്യം ഭഗവാൻ അംഗീകരിച്ചു എന്നാണ് പുരാണങ്ങൾ. അതാണ് ആഞ്ജനേയരുടെ വാലിന് ഇത്ര ശക്തി എന്നാണ് പറയുന്നത്. രാമായണ കാവ്യത്തിൽ അയോധ്യാരാജൻ ദശരഥ മഹാരാജാവ് കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ പുത്രകാമേഷ്ടിയാഗം നടത്തി അതിൽ നിന്ന് ഉദ്ഭവിച്ച പായസം ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്തു. ആ പായസത്തിന്റെ പാത്രം ഒരു ഗരുഡൻ കൊത്തിയെടുത്തു കൊണ്ടുപോയി വായുദേവന്റെ പ്രേരണയാൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന അഞ്ജനയുടെ കൈകളിലേക്ക് എത്തിച്ചു. പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന പായസത്തിന്റെ അവശിഷ്ടങ്ങൾ രുചിച്ചതിനാൽ അഞ്ജനയ്ക്ക് വായുപുത്രൻ ആഞ്ജനേയർ പിറന്നു എന്നാണ് പുരാണങ്ങളിൽ പരാമർശം. ഒരുപാട് വരങ്ങൾ നേടിയ വ്യക്തിയാണ് ആഞ്ജനേയർ. ചെറുപ്രായത്തിൽ പഴമാണെന്ന് കരുതി സൂര്യനെ ഭക്ഷിക്കാൻ മുതിർന്ന ആഞ്ജനേയരെ ഇന്ദ്രൻ തന്റെ വജ്രായുധത്തിനാൽ മുറിവേൽപ്പിച്ചു. അതുകണ്ട് വായുദേവൻ സങ്കടത്തോടെ മാരുതിയെ മടിയിലെടുത്തു വെച്ച് തന്റെ ജോലി നിർത്തിവെച്ചു. ദേവലോകവാസികൾ വായു ഇല്ലാത്തതിനാൽ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചു. ബ്രഹ്മദേവൻ തന്റെ കരങ്ങളാൽ തഴുകി ആഞ്ജനേയരെ എഴുന്നേൽപ്പിച്ചു. സൂര്യദേവൻ തന്റെ ഒളിയിൽ 100ൽ 1 പങ്ക് ആഞ്ജനേയർക്ക് നൽകി വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപദേശിച്ചു. കാറ്റാലോ നീരാലോ മരണമേർപ്പെടില്ലെന്ന് വരുണൻ വരം കൊടുത്തു. അസുഖങ്ങളോ യമദണ്ഡനെയോ മാരുതിയെ തീണ്ടില്ലെന്ന് യമധർമ്മൻ ഉറപ്പുകൊടുത്തു. യുദ്ധത്തിൽ തളരില്ല എന്ന വരം കുബേരനും തന്റെ കരങ്ങളാലോ അസ്ത്രത്തിനാലോ മരണമേൽക്കില്ലെന്ന് ശിവഭഗവാനും വരം കൊടുത്തു. താൻ ഇതുവരെ നിർമ്മിച്ച ആയുധങ്ങളാലോ ഇനി നിർമ്മിക്കാൻ പോകുന്ന ആയുധങ്ങളാലോ മുറിവുകൾ ഉണ്ടാവില്ലെന്ന് വിശ്വകർമാവും ബ്രാഹ്മണശാപം ബാധിക്കില്ലെന്നും ചിരഞ്ജീവിയായി എല്ലാ യുഗങ്ങളിലും വാഴുമെന്നും ആഗ്രഹിക്കുന്ന രൂപത്തിൽ ആഗ്രഹിക്കുന്ന വേഗത്തിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്താനാവും എന്ന് ബ്രഹ്മദേവനും വരം നൽകി. അതല്ലാതെ മറ്റാരുടെയും കണ്ണിൽ കാണാനാവാത്ത രത്നമാല ആഞ്ജനേയരുടെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് ആരൊരാൾ ഈ മാലയെപ്പറ്റി സംസാരിക്കുന്നുവോ അദ്ദേഹം മഹാവിഷ്ണുവായിരിക്കുമെന്നും അദ്ദേഹത്തിന് സേവ ചെയ്യാൻ കാത്തിരിക്കുക എന്നും നിർദ്ദേശിച്ചു. അങ്ങനെയാണ് സീതാദേവിയെ അന്വേഷിച്ചെത്തിയ ശ്രീരാമനെ വായുപുത്രൻ തിരിച്ചറിയുന്നത് എന്നാണ് പുരാണങ്ങൾ. വരങ്ങൾ ഇത്രയും സമ്പാദിച്ചെങ്കിലും ഒരു ചെറിയ ശാപവും ആഞ്ജനേയർക്ക് ലഭിച്ചിട്ടുണ്ട്. ആഞ്ജനേയർ കുഞ്ഞായിരുന്നപ്പോൾ കാട്ടിൽ തപസ് ചെയ്യുന്ന മുനിമാരെ ശല്യപ്പെടുത്തിയതിന് മാരുതിയുടെ അവതാരോദ്ദേശം മനസ്സിലാക്കിയ ഒരു മുനി ഹനുമാന് തന്റെ ബലം എന്തെന്നറിയാതെ പോകട്ടെ എന്ന് ശപിച്ചു. പിന്നീട് രാമാവതാരം സംഭവിച്ച് സീതാദേവിയെ അന്വേഷിച്ചെത്തിയ ശ്രീരാമന് വേണ്ടി ജാമ്പവാൻ മാരുതിയുടെ ബലത്തെ ഓർമ്മിപ്പിച്ച ശേഷമാണ് അദ്ദേഹം കടൽ താണ്ടി സീതാമാതാവിനെ കാണാൻ ലങ്കയിലെത്തിയത് എന്നാണ് പറയുന്നത്. ശ്രീരാമദാസനായി തന്റെ ജീവിതകാലം മുഴുവനും കഴിച്ചുകൂട്ടിയ ആഞ്ജനേയർ ശ്രീരാമചന്ദ്രന് അവതാരോദ്ദേശം കഴിഞ്ഞ് വൈകുണ്ഠം പോകാൻ സമയമായിട്ടും അദ്ദേഹത്തെ വിട്ടുപോയില്ല. ദേവലോകവാസികൾ യമധർമ്മനെ സമീപിച്ചു. പക്ഷേ ആഞ്ജനേയരുടെ കാവലുള്ളതിനാൽ യമധർമ്മന് ഭഗവാന്റെ സമീപത്തെത്താൻ സാധിച്ചില്ല. ഇത് മനസ്സിലാക്കിയ ശ്രീരാമൻ തന്റെ വിരലിലെ മോതിരം അഴിച്ച് അറിയാത്ത മട്ടിൽ താഴേക്കിട്ട് ആ മോതിരം തേടിക്കൊണ്ടുവരാൻ ആഞ്ജനേയരോട് നിർദ്ദേശിച്ചു. മോതിരം ഉരുണ്ടുപോയ വഴിയിലൂടെ ശരീരം പൊട്ടുപോലെ ചെറുതാക്കിക്കൊണ്ട് ആഞ്ജനേയർ പാതാള ലോകത്തെത്തിച്ചേർന്നു. അവിടെ കാവൽ നിന്നിരുന്ന നാഗരാജാവിനോട് താൻ ഹനുമാനാണെന്നും ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ മോതിരം തിരിഞ്ഞെത്തിയതാണെന്നും പറഞ്ഞപ്പോൾ വരൂ ഞാൻ മോതിരം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നാഗരാജാവ് ഹനുമാനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മലയോളം ഒരേപോലെയുള്ള മോതിരങ്ങൾ കാണിച്ചു. ഇത്രയധികം മോതിരങ്ങൾ കണ്ട് അന്താളിച്ച ഹനുമാനോട് ഒരു മോതിരം ഒരു കാലചക്രമാണ്. ഓരോ കാലചക്രത്തിലും ഒരു ത്രേതായുഗത്തിൽ ഒരു ശ്രീരാമനും ഹനുമാനും ഉണ്ടാവും. ഓരോ പ്രാവശ്യവും ശ്രീരാമൻ മോതിരം താഴെയിടുകയും ഒരു വാനരൻ മോതിരം അന്വേഷിച്ചെത്തുകയും ചെയ്യും. തിരിച്ച് ഹനുമാൻ ഭൂമിയിലെത്തുന്ന നേരത്തിനുള്ളിൽ ശ്രീരാമചന്ദ്രപ്രഭു അവതാരോദ്ദേശം പൂർത്തീകരിച്ച് വൈകുണ്ഠം പോകിയിരിക്കും എന്ന് പറഞ്ഞു. ജീവിത സത്യവും മായയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയ ശ്രീ ഹനുമാൻ വീണ്ടും ഒരു ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ച് ചിരഞ്ജീവിയായി വാഴുന്നു എന്നാണ് പുരാണങ്ങൾ. ദ്വാപരയുഗത്തിൽ മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനന്റെ തേരിന്റെ കൊടിയായി ആഞ്ജനേയർ സാന്നിധ്യം വഹിച്ചതായും പുരാണങ്ങളിൽ പരാമർശമുണ്ട്. കോപ്പൽ ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഭക്തർ അഞ്ജനാദ്രി മലയെ കണക്കാക്കുന്നു. ഹനുമനഹള്ളി ഗ്രാമത്തിലുള്ള അഞ്ജനാദ്രി മലക്കോവിലിലെ സിന്ദൂരവർണ്ണത്തിലുള്ള കൊടി ഭക്തർക്ക് ദൂരെ നിന്നേ കാണാം. മലയടിവാരത്തിൽ ഭക്തർക്ക് ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളുമുണ്ട്. അടിവാരത്തിൽ ഭക്തർ കൈകാലുകൾ ശുദ്ധമാക്കി അവിടെ തന്നെയുള്ള ശ്രീരാമ ആഞ്ജനേയ പ്രതിഷ്ഠകളെ വന്ദിച്ചുകൊണ്ട് മലകയറ്റം ആരംഭിക്കുന്നു. മലയുടെ പ്രവേശന കവാടത്തിൽ കുഞ്ഞായ ആഞ്ജനേയരെ മടിയിൽ വെച്ചിരിക്കുന്ന അഞ്ജനാദേവിയുടെ ശില്പമുണ്ട്. ഇരുവശവും കമ്പിവല കൊണ്ട് സുരക്ഷിതമാക്കി മേൽക്കൂരയോടെ പാറകൾക്കിടയിൽ നിർമ്മിച്ചിട്ടുള്ള പടികളായതിനാൽ ഭക്തർക്ക് ഏതു നേരത്തും മല കയറാം. തുടക്കത്തിൽ തന്നെ ആഞ്ജനേയർ പാദങ്ങളുമുണ്ട്. അവിടെ ഭക്തർ പൂക്കൾ സമർപ്പിച്ച ശേഷം പടികൾ കയറുന്നു. പടികൾക്കിരുവശത്തും മതിൽ പോലെ കെട്ടിയിരിക്കുന്നതിനാൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും മല കയറുന്നതിന് പ്രയാസമില്ല. 250 പടി വരെ മാത്രമാണ് മേൽക്കൂര ഉള്ളത്. പിന്നീട് അങ്ങോട്ട് പാറക്കിടയിലൂടെയുള്ള പടികളാണ്. യാത്രക്കിടയിൽ വെങ്കിടാദ്രി മലയിലുള്ളതുപോലെ പ്രകൃത്യ പാറയിലുള്ള ആഞ്ജനേയരുടെയും അഞ്ജനാദേവിയുടെയും മുഖങ്ങൾ ഭക്തർക്ക് ദർശിക്കാം. ഏറ്റവും മുകളിലുള്ള പാറയിലാണ് ആഞ്ജനേയ സ്വാമി തിരുക്കോവിൽ. പിരമിഡ് രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ക്ഷേത്ര വിമാനമാണ് ഇവിടെയുള്ളത്. ഏറ്റവും മുകളിൽ സിന്ദൂരവർണ്ണത്തിലുള്ള കൊടി പാറിക്കളിക്കുന്നു. ക്ഷേത്ര മുൻവശത്ത് കല്ലിൽ ദീപസ്തംഭവും ഭഗവത് പാദവും തുളസിത്തറയും. മന്നൻ കൃഷ്ണദേവരായരുടെ ഗുരു അദ്വൈത തത്വജ്ഞാന വ്യാസരാജ തീർത്ഥർ
ഹനുമാൻ പിറന്ന ഇടം അഞ്ജനാദ്രിയാണെന്ന് മനസ്സിലാക്കിയതിനാൽ മന്നൻ ഇവിടെ കോവിൽ നിർമ്മിച്ച് രാജ്യം മുഴുവനും 732 ഹനുമത് ശിലകൾ പ്രതിഷ്ഠിച്ചു എന്നാണ് ചരിത്രം. ശബ്ദമുഖരിതമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിനകത്ത് ഹനുമാൻ ചാലിസ പോലെയുള്ള ഹനുമത് മന്ത്രങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. പ്രധാന സന്നിധിയിൽ ആഞ്ജനേയ സ്വാമിയുടെ സ്വയംഭൂവായ ചുവർ ശില്പമാണ് ഉള്ളത്. വളരെ ശക്തിയുള്ള ദൈവമായി കണക്കാക്കി പല ഭാഗത്തു നിന്നും ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ശ്രീരാമൻ, സീത, ആഞ്ജനേയരെ മടിയിൽ വെച്ചുള്ള അഞ്ജനാദേവിയുടെ പ്രതിഷ്ഠകളുമുണ്ട്. അതല്ലാതെ രാമേശ്വരത്തുള്ളതുപോലെ സേതുബന്ധനത്തിനുപയോഗിച്ച വെള്ളത്തിൽ മുങ്ങാത്ത 25 കിലോ ഭാരം വരുന്ന കല്ലും പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷേത്ര മുൻവശത്തെ മരത്തിൽ ഭക്തർ ആഗ്രഹ സാഫല്യത്തിന് മഞ്ഞ പട്ടുതൂവാലകൾ കെട്ടിവെക്കുന്നു. ക്ഷേത്ര മുൻവശത്ത് തന്നെ ഭക്തർക്ക് ചുറ്റുപാടുകൾ കാണാനുള്ള സൗകര്യങ്ങളും അന്നദാന മണ്ഡപവുമുണ്ട്. ക്ഷേത്രമുറ്റത്തു നിന്ന് നോക്കിയാൽ ദൂരെയായി വിരൂപാക്ഷ കോവിലും ഹംപിയുടെ അവശിഷ്ടങ്ങളും സ്വച്ഛമായി ഒഴുകുന്ന തുംഗഭദ്ര നദിയും ചുറ്റും കണ്ണെത്താത്ത ദൂരത്തോളം നെൽവയലുകളും ഋഷ്യമൂകാചലം പോലെയുള്ള പർവ്വതങ്ങളും കാണാം. ട്രക്കിങ്ങിന് എത്തുന്നവരുടെയും ആത്മീയാന്വേഷികളുടെയും പ്രിയ സ്ഥലമാണിവിടം. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുറന്നിരിക്കും. ഹനുമത് ജയന്തിയും രാമനവമിയുമാണ് മുഖ്യ ആഘോഷങ്ങൾ. ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗവും ജലമാർഗവും വഴികളുണ്ട്. ഹംപിയിൽ നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോപ്പൽ, ഹോസ്പേട്ട്, മുനീറാബാദ്. അടുത്തുള്ള വിമാനത്താവളം വിജയനഗര എയർപോർട്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.